ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്നിവിടെ ഐലൻഡ്സിൻ്റെ സെക്കൻഡ് ടൈപ്പായിട്ടുള്ള ഓഷ്യാനിക് ഐലൻഡ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഒരു ഐലൻഡ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അതായത് ഒരു ചുറ്റും വെള്ളം കൊണ്ട് സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ലാൻഡ് മാസിനെയാണ് നമ്മൾ ഐലൻഡ് എന്ന് പറയുക. അവിടുത്തെ ഫോണിനെ, അതായത് അവിടുത്തെ അനിമൽ ഡൈവേഴ്സിറ്റിനെയാണ് നമ്മൾ ഇൻസുലാർ ഫോൺ എന്ന് പറയുക. അപ്പോൾ ഈ ഓഷ്യാനിക് ഐലൻഡ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓഷ്യനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഐലൻഡാണ്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ മെയിനായിട്ട് ഐലൻഡ് രണ്ട് ടൈപ്പാന്ന് പറഞ്ഞു, കോണ്ടിനെൻ്റൽ ഐലൻഡും ഓഷ്യാനിക് ഐലൻഡും. അതിൽ കോണ്ടിനെൻ്റൽ ഷെൽഫിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഐലൻഡ്സിനെയാണ് നമ്മൾ കോണ്ടിനെൻ്റൽ ഐലൻഡ്സ് എന്ന് പറഞ്ഞത്, അതായത് മെയിൻ ലാൻഡിനായിട്ട് കണക്ഷൻ ഉള്ളത്. പക്ഷേ ഈ ഓഷ്യാനിക് ഐലൻഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ലാൻഡിനായിട്ടൊന്നും കണക്ഷൻ ഇല്ലാണ്ട് ഓഷ്യനിൽ കുറേ ഫാറായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ഐലൻഡിനെയാണ് നമ്മൾ ഓഷ്യാനിക് ഐലൻഡ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു സീൻ്റെ ഒരു സ്ട്രക്ചറാണ് ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഈ സീ തുടങ്ങുന്ന ഭാഗം, അതായത് സീ ഷോറിൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് ചില സ്ഥലത്ത് അത് 70 കിലോമീറ്റേഴ്സ് ആവും, ചിലയിടത്ത് 100, പിന്നെ അതേപോലെ തന്നെ 150, അങ്ങനെ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ കുറച്ച് ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാലോ ഏരിയ ആയിരിക്കും, പിന്നെ അവിടുന്ന് സ്ലോപ്പായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഓഷ്യൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഓഷ്യനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഐലൻഡ്സിനെയാണ് നമ്മൾ ഓഷ്യാനിക് ഐലൻഡ്സ് എന്ന് പറയുക. അതായത് അവിടുത്തെ സീക്ക് ഭയങ്കര ഡീപ്പായിരിക്കും കോണ്ടിനെൻ്റൽ ഐലൻഡ്സിലത്തെ സീനെക്കാട്ടിയും. ഇനി നമ്മൾ ഓഷ്യാനിക് ഐലൻഡ്സിൻ്റെ ഒറിജിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. മെജോറിറ്റി ഓഫ് ഓഷ്യാനിക് ഐലൻഡ്സും വോൾക്കാനിക് ഒറിജിനാണ്. നമുക്കിവിടെ ഈ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഒരു വോൾക്കാനോന്ന് ഒരു ഓഷ്യാനിക് ഐലൻഡ് ഫോം ചെയ്യുന്നതെന്ന്. കടലിൻ്റെ അടിയിലൊക്കെ ഒരുപാട് ആക്റ്റീവ് വോൾക്കാനോസ് ഉണ്ടാവും. ഈ വോൾക്കാനോസ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന വീഡിയോസും അതേപോലെ അതിൽ നിന്ന് ലാവ എമിറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് മുന്നേ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വോൾക്കാനോന്ന് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു വോൾക്കാനോന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ലാവ എമിറ്റ് ചെയ്ത് അതൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് ഗ്രാജുവലി സർഫസിലേക്ക് എത്തും. അങ്ങനെ ഒരു ഐലൻഡായിട്ട് അത് മാറും. ഇങ്ങനെയാണ് ഒട്ടുമിക്ക ഓഷ്യാനിക് ഐലൻഡ്സും ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഓഷ്യാനിക് ഐലൻഡ്സിനൊക്കെ മെജോറിറ്റിയും വോൾക്കാനിക് ഒറിജിനാന്ന് പറയുന്നത്. ഈ വോൾക്കാനിക് ഒറിജിന് മെയിൻലി 3 kinds ആണ്. അതിൽ ഫസ്റ്റ് കൈൻഡ് സബ്ഡക്ഷൻ ഓഫ് വൺ പ്ലേറ്റ് അണ്ടർ അനദർ. അതായത് എർത്ത് പ്ലേറ്റ്സ് ഒക്കെ മൂവ് ചെയ്യുമ്പോൾ ഒരു പ്ലേറ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ താഴത്തേക്കോ ഒക്കെ മൂവ് ചെയ്തിട്ടുണ്ടാവുന്ന വോൾക്കാനോന്ന് ഫോം ചെയ്യുന്ന ഐലൻഡ്സ്. അതിന് വരുന്ന എക്സാമ്പിളാണ് ഗാലപ്പഗോസ്. പിന്നെ രണ്ടാമത്തെ കൈൻഡിൻ്റെ എക്സാമ്പിൾ ഐസ്ലാൻഡാണ്. പണ്ട് എർത്തിൽ ഒരു സിംഗിൾ കോണ്ടിനെൻ്റ് ഉണ്ടായിരുന്നുള്ളൂ, പാൻജിയ. ഈ പാൻജിയ പിന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കുറേ കോണ്ടിനെൻറ്റ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഇങ്ങനെ പാൻജിയ സ്പ്ലിറ്റ് ചെയ്ത് കുറേ കോണ്ടിനെൻറ്റ്സ് ഒക്കെ ആയി മാറുമ്പോൾ കുറേ ചേഞ്ചസ് ഒക്കെ എർത്തിൻ്റെ സർഫസിൽ വരും. അങ്ങനെ ഉണ്ടായ ഓഷ്യാനിക് റിഫ്റ്റൊക്കെ സർഫസിലേക്ക് എത്തിയിട്ട് ആ റിഫ്റ്റിൽ കൂടെ വരുന്ന ലാവാസിൽ നിന്ന് ഉണ്ടാവുന്ന ഐലൻഡ്സ്, അതായത് അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് ഐസ്ലാൻഡ്. പിന്നെ തേർഡ് കൈൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോൾക്കാനിക് ഹോട്ട്സ്പോട്ടിൽ നിന്നുണ്ടായ ഓഷ്യാനിക് ഐലൻഡ്സ് ആണ്. അതിനൊരു എക്സാമ്പിളായിട്ട് വരുന്നത് ഹവായിയൻ ഐലൻഡ്സ് ആണ്. ഈ വോൾക്കാനിക് ഹോട്ട്സ്പോട്ട്സൊക്കെ എർത്തിൻ്റെ ഔട്ടർ കോറിൽ നിന്നുള്ള ഒരു ചാനൽ ഓഫ് മാഗ്മ അങ്ങനെ ഫോം ചെയ്യുന്നതാണ് വോൾക്കാനിക് ഹോട്ട്സ്പോട്ട്. അങ്ങനെ ഈ കോറിയിൽ നിന്ന് വരുന്ന മാഗ്മ എർത്ത് ക്രസ്റ്റിലത്തെ ചില റോക്സിനൊക്കെ ഡിസോൾവ് ചെയ്തിട്ട് ലിത്തോസ്ഫിയറിലേക്ക് എത്തും. അങ്ങനെ ലിത്തോസ്ഫിയറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ലാവയാണ്. അങ്ങനെ ഈ ലാവ കണ്ടിന്യൂസ് ആയിട്ട് എമിറ്റ് ചെയ്തിട്ട് ആക്റ്റീവ് വോൾക്കാനോസൊക്കെ ഫോം ചെയ്യും. ഈ എർത്ത് ക്രസ്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഈ ഹോട്ട്സ്പോട്ടിൻ്റെ മേലെ കൂടെ, അതായത് വോൾക്കാനിക് ഹോട്ട്സ്പോട്ടിൻ്റെ മേലെ കൂടെ കടന്നു പോകുന്ന ലിത്തോസ്ഫിയറിലൊക്കെ പുതിയ പുതിയ ഐലൻഡ്സ് ഫോം ചെയ്യും. ഇത് പെട്ടെന്ന് ഉണ്ടാകുന്നതൊന്നുമല്ല, കുറേ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ട് ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ ഫോം ചെയ്ത ഒരു ഐലൻഡാണ് ഹവായിയൻ ഐലൻഡ്. ഈ ഹവായിയൻ ഐലൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കുറേ ഐലൻഡ്സിനെ കാണാൻ പറ്റും. അങ്ങനെ ഇതിങ്ങനെ ലിത്തോസ്ഫിയർ, അതായത് എർത്തിൻ്റെ എർത്ത് പ്ലേറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ടായൊരു
കുറേ ഐലൻഡ്സ് ആണ്. അതിലേറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായ ഐലൻഡാണ് ഹവായിയൻ ഐലൻഡ്. ഓഷ്യാനിക് ഐലൻഡ്സിൻ്റെ ഒറിജിനിൽ വോൾക്കാനോസും ഉണ്ട്, കോറൽ റീഫ്സും ഉണ്ട്. ഈ കോറൽ റീഫ്സൊക്കെ ഗ്രോത്ത് വഴിയും അതേപോലെ തന്നെ പുതിയതൊക്കെ ഇങ്ങനെ ഫോം ചെയ്തിട്ടൊക്കെ ഉണ്ടായ ഐലൻഡ്സിനെയാണ് നമ്മൾ അറ്റോൾസ് എന്ന് പറയുക. ഈ വോൾക്കാനിക് ഐലൻഡ്സൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റൊക്കെ കൂടിയിട്ട് സബ്മർജ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സബ്മർജ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഈ കോറൽ റീഫ്സൊക്കെ ഈ വോൾക്കാനിക് ഐലൻഡ്സിൻ്റെ ചുറ്റും ഇങ്ങനെ ഫ്രിഞ്ചസ് ആയിട്ട് വളരുന്നുണ്ടാവും. അങ്ങനെ സബ്മർജിൻ്റെ സമയത്ത് അവരിങ്ങനെ ഫ്ലറിഷ് ചെയ്ത് വന്നിട്ട് സീ സർഫസിൽ നല്ല ഒരു പുതിയ ഐലൻഡായിട്ട് റൈസ് ചെയ്യും. അങ്ങനെ ആ വോൾക്കാനിക് ഐലൻഡ് കംപ്ലീറ്റ്ലി സിങ്ക് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു സെൻട്രൽ ലഗോൺ ഫോം ചെയ്യും. ഈ ലഗോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷാലോ വാട്ടർ ബോഡിയാണ്. അത് മെയിനായിട്ടുള്ള, അതായത് അടുത്ത് കിടക്കുന്ന ഒരു ലാർജ് വാട്ടർ ബോഡിയിൽ നിന്ന് ഒരു റീഫ് ബാരിയർ വഴി സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷാലോ വാട്ടർ ബോഡിനെയാണ് നമ്മൾ ലഗോൺ എന്ന് പറയാം. പിന്നെ അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഈ ലഗോണും ഡ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പേസിലൊക്കെ പിന്നെയും കോറൽ റീഫ്സൊക്കെ വളരും. അങ്ങനെ ഉണ്ടായ ഐലൻഡ്സിനെയാണ് കോറൽ ഐലൻഡ്സ് എന്ന് പറയുക. അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് മാൽദ്വീപ്, ലക്ഷദ്വീപൊക്കെ. ഇനിയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഷ്യാനിക് ഐലൻഡ്സിൻ്റെ ഫോണൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ട് പറയുന്നത്. ഈ ഓഷ്യാനിക് ഐലൻഡ്സൊക്കെ മെയിൻ ലാൻഡിനായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ ക്ലൈമറ്റും വെജിറ്റേഷനും ഫോണും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. അവിടെ ഉള്ള അനിമൽസ് ഒന്നിച്ചെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഏരിയാസിൽ നിന്ന് ഡയറക്റ്റായിട്ട് സ്വിം ചെയ്തിട്ടോ ഫ്ലൈ ചെയ്തിട്ടോ വന്നതായിരിക്കുക, അല്ലെങ്കിൽ നാച്ചുറൽ റാഫ്റ്റ് വഴിയോ ഹ്യൂമൻ ട്രാൻസ്പോർട്ട് വഴിയൊക്കെ വന്നതായിരിക്കുക. ഇങ്ങനെ ഒരുപാട് ഏരിയാസിൽ നിന്നുള്ള അനിമൽസ് ഒരുമിച്ച് കൂടി വരാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. അങ്ങനെ എത്തിച്ചേരുന്ന അനിമൽസിൽ ചിലത് ചത്തുപോകും, ചിലത് അവിടെ സർവൈവ് ചെയ്ത് ഫ്ലറിഷ് ചെയ്ത് എവല്യൂഷനൊക്കെ നടന്ന് പുതിയ സ്പീഷീസ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം അവിടെ പ്രൊഡേറ്റേഴ്സൊക്കെ ആബ്സെൻ്റ് ആണ്. ഈ വാട്ടർ വലിയൊരു ബാരിയർ ആയതുകൊണ്ട് തന്നെ പ്രൊഡേറ്റേഴ്സൊക്കെ ആബ്സെൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ട് പറയുന്നത് അവിടെ ബേസിക് ഗ്രൂപ്പ്സൊക്കെ ഒന്നിച്ചെങ്കിൽ റയർ ആയിരിക്കും, അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിരിക്കും. ഈ ബേസിക് ഗ്രൂപ്പ്സിൽ വരുന്നവർ മെയിനായിട്ട് ഫിഷ്, ആംഫിബിയൻസ്, മാമൽസ്, റെപ്റ്റീലിയൻസ് ഒക്കെയാണ്. മാമൽസിൻ്റെ കേസിൽ മെയിനായിട്ട് ഒരു ഓഷ്യാനിക് ഐലൻഡിൽ ഒന്നിച്ചെങ്കിൽ റാറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ബാറ്റ് ഉണ്ടാവും. റാറ്റ്സ് അധികം ഹ്യൂമൻ ട്രാൻസ്പോർട്ട് വഴിയാണ് എത്തുന്നത്. ഇപ്പോൾ ഈ മൗറീഷ്യസ് ദ്വീപിലൊക്കെ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ റാറ്റൊന്നും തീരെ ഇല്ലാത്തൊരു ഐലൻഡായിരുന്നു. പിന്നെ ഹ്യൂമൻസ് അവിടെ ഷിപ്പിലൊക്കെ പോയി ഇറങ്ങുമ്പോൾ ആ ഷിപ്പിൽ നിന്ന് റാറ്റ്സ് പതുക്കെ ഓഷ്യാനിക് ഐലൻഡിൽ എത്തി അങ്ങനെ അവിടെ ഫ്ലറിഷ് ചെയ്തിട്ടാണ് റാറ്റ്സിനെ അവിടെ ഇൻവേഡ് ചെയ്തിട്ടുള്ളത്. ഈ ബേസിക് ഗ്രൂപ്പ്സൊക്കെ റയർ ആയതുകൊണ്ട് തന്നെ അവിടെ കാർണിവോഴ്സൊക്കെ ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു എവല്യൂഷനിൽ ഒരു ജനറൽ ട്രെൻഡ്സ് ഓഷ്യാനിക് ഐലൻഡ്സിൽ ഇൻഹെബിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് ഒന്ന് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് ആണ്. അതിനൊരു എക്സാമ്പിൾ മൗറീഷ്യസിലത്തെ ഡോഡോ. ഇപ്പോൾ ഈ ഡോഡോ എന്ന് പറയുന്നത് ഒരു താറാവിനൊക്കെ പോലത്തെ ഒരു പക്ഷിയാണ്. പക്ഷേ അവിടെ കാർണിവോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പറക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവർ ഫ്ലൈറ്റ്ലെസ് ആണ്. പിന്നെ ഗലപ്പഗോസ് ഐലൻഡ്സിലത്തെ മെയിനായിട്ടുള്ള ലിസാർഡും ടർട്ടിലും. ലിസാർഡ് എന്ന് പറയുമ്പോൾ ഇഗ്വാന. ഇവർക്ക് രണ്ടാൾക്കും ഭയങ്കര ജൈൻറ്റ് സൈസാണ്. കാർണിവോഴ്സ് അല്ലേ, അതായത് പ്രെഡേറ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ നല്ല സൈസിൽ വളരും. അങ്ങനെ സൈസിൽ വളരുന്നതുകൊണ്ട് തന്നെ ഒരു എവല്യൂഷനിൽ ഒരു ജനറൽ ട്രെൻഡ് ഈ ഓഷ്യാനിക് ഐലൻഡ്സൊക്കെ കീപ്പ് ചെയ്യണതുണ്ട്. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഈ ഓഷ്യാനിക് ഐലൻഡ്സിന് ഉണ്ട്. മെയിൻലി അവിടെ ഇൻസെക്ട്സും അതേപോലെ തന്നെ ഇൻവെർട്ടിബ്രേറ്റ്സ് ഒക്കെയാണ് സർവൈവ് ചെയ്യണത്. ഇതിൽ മെയിൻ എക്സാമ്പിൾ, അതായത് ഓഷ്യാനിക് ഐലൻഡ്സിൻ്റെ എക്സാമ്പിൾ അസോറസ് ഉണ്ട്, പിന്നെ ഗലാപ്പഗോസ്, മൗറീഷ്യസ്, പിന്നെ ഈ മൗറീഷ്യസൊക്കെ കൂടാണ്ട് വരുന്നത് സെൻറ്റ് ഹെലന, ഫിജി, പിന്നെ ഈസ്റ്റർ ഐലൻഡ്സ്. അതിൽ ഈ സെൻറ്റ് ഹെലന എന്ന് പറയുന്നത് ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടൊക്കെ ഉണ്ടല്ലോ, ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വാരിയർ ആയിരുന്നല്ലോ. മൂപ്പര് യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ട് മൂപ്പറിനെ നാട് കടത്തിയത് ഈ സെൻറ്റ് ഹെലന എന്ന് പറഞ്ഞ ഐലൻഡിലേക്കാണ്. അങ്ങനെ പണ്ടുണ്ടായിരുന്ന ഒരു ട്രെൻഡാണ് ഈ കുറ്റകൃത്യം ചെയ്തവരെ അതേപോലെ തന്നെ യുദ്ധത്തിൽ പരാജയപ്പെട്ട രാജാക്കന്മാരൊക്കെ ഒറ്റയ്ക്കൊരു ഐലൻഡിൽ കൊണ്ടുപോയിടൽ. അങ്ങനെ ഒരുപാട് ഹിസ്റ്ററി ഒക്കെ ഉണ്ട് ഈ ഓഷ്യാനിക്